ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട റോസ്റ്റ് വെച്ച് അടുപ്പ് കത്തിക്കാം. പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത് മുട്ട റോസ്റ്റിന്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക് ചേർത്തിടുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇടുക. അതിലേക്ക് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 സവാള ചേർത്ത് കൊടുക്കുക. നമുക്കിത് നന്നായി ഇളക്കി ചെറിയ തീയിലൊന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ഉള്ളി നല്ല വൃത്തിയായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ചേർക്കുക. അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചച്ചവ മാറുന്നിടം വരെ ഒന്ന് ഒപ്പിച്ചെടുക്കാം. പൊടി ഐറ്റംസ് എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് അടച്ചു വേവിക്കാം. ഇനി നമുക്ക് ഗ്രേവിയിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട പുഴുങ്ങിയത് ഒരു 4 എണ്ണമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റിയായ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം.